Federal College Attingel 10th standard students, welcome to the online class for English. Today we are continuing the lesson, the snake and the mirror. What is the title of our lesson? The snake and the mirror. പാമ്പും കണ്ണാടി. Who is the author? വൈക്കം മുഹമ്മദ് ബഷീർ. You know about him. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. He is fondly known as ബേപ്പൂർ സുൽത്താൻ. അദ്ദേഹത്തിൻ്റെ നിക്നെയിം, അത് അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ്. Here we are going to study one of his short stories, The Snake and the Mirror. The speaker in this story is a homeopath. ഈ കഥയിലെ സ്പീക്കർ, അവതാരകൻ, സംസാരിക്കുന്ന ആൾ, ഈ കഥ പറയുന്ന ആൾ, the storyteller is a homeopath. Homeopath means a doctor practicing medicine in Ayurvedic, in homeopathic methods. ഹോമിയോപ്പത്തിക് മെത്തേഡ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറെയാണ് ഹോമിയോപ്പത്ത് എന്ന് പറയുന്നത്. ഒരു ഹോമിയോപ്പത്താണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. There was a discussion on snakes. പാമ്പുകളെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടായി. among some friends. കുറേ കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് പാമ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യാം. Our speaker or our narrator, the homeopath, is also one of them. അവരൊരാളാണ് നമ്മുടെ ഹോമിയോപ്പത്ത്, ഈ ഡോക്ടർ. What was their discussion? അവരുടെ ഡിസ്കഷൻ എന്തായിരുന്നു? Their discussion was about snakes. പാമ്പുകളെ കുറിച്ചായിരുന്നു അവരുടെ ചർച്ച. The speaker asked them a question. അതിനിടയിൽ the narrator അവരോടൊരു ചോദ്യം ചോദിച്ചു. Has a snake ever coiled itself around any part of your body? At any time, എപ്പോഴെങ്കിലും a snake coiled in your body, നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? പാമ്പെന്ന് പറഞ്ഞാൽ a full-blooded snake, a strong and energetic snake, a deadly poisonous snake, a venomous snake, ഒരു വിഷമുള്ള പാമ്പ്, ശക്തനായ ഒരു പാമ്പ് നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ചുറ്റിയിട്ടുണ്ടോ? The listeners sat silent. ആ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം നിശബ്ദരായതേ ഉള്ളൂ. കാരണം they had no answer. അവർക്ക് ഉത്തരമില്ല. Their answer was negative. അവരുടെ ആൻസർ ഈ നെഗറ്റീവ്, നോ എന്നായിരുന്നു. കാരണം ഞങ്ങൾക്കാർക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് the doctor began to tell a tale. T-A-L-E, tale. ഒരു കഥ പറയാൻ തുടങ്ങി. ഒരു സംഭവമാണ്. കഥയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സംഭവമാണ്. that happened in his life. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് അദ്ദേഹം അവിടെ നരേറ്റ് ചെയ്തത്.
It was a hot summer night. ഒരു സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock അറ്റ് നൈറ്റ്, രാത്രി ഏകദേശം 10 മണി സമയം. ഒരു സമ്മർ സീസണാണ്, ഹോട്ട് സീസൺ, ഭയങ്കരമായ ചൂടുള്ള ഒരു ദിവസം. അവിടെ ദി നരേറ്റർ or the homeopath returns from a restaurant after his food. അത് ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് തിരിച്ചു വന്നു. എവിടെയാണ്? ഇൻ ഹിസ് റൂം. ഹിസ് റൂം വാസ് ഇൻ എ ഡൈലോപ്പഡേറ്റഡ് ബിൽഡിംഗ്. ആകെ പൊട്ടിത്തകർന്ന ഒരു വീട്ടിലെ ഒരു മുറിയാണ് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിങ് സെൻറ്റർ. എന്തുകൊണ്ടാണ് അത്തരം ഒരു സ്ഥലത്ത് അദ്ദേഹം താമസിച്ചത്? അദ്ദേഹം തന്നെ പറയുന്നു, ഹിസ് ഇൻകം വാസ് വെരി മീഗർ. His income was very low at that time. He was not afford to start a practice in a big house. ഒരു വലിയ വീട്ടിലൊന്നും ആ പ്രാക്ടീസ് നടത്താനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു, അതിനുള്ള ഇൻകം ഇല്ലായിരുന്നു, അതിനുള്ള വരുമാനം ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു ഏറ്റവും പഴയ ഒരു കെട്ടിടത്തിൻ്റെ ഒരു മുറിയിലായിരുന്നു താമസം. When he opened the door of the room, ആ മുറിയിൽ കതക് തുറക്കുമ്പോൾ he had a noise above. മുകളിൽ ഒരു വല്ലാത്ത ശബ്ദം. But he did not pay any heed to that sound. ആ ശബ്ദത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല, കാരണം അതിനെ മൈൻഡ് ചെയ്തില്ല. കാരണം ഇറ്റ് വാസ് എ ഫെമിലിയർ സൗണ്ട്. സാധാരണ ഈ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ഹി ന്യൂ ദാറ്റ് ഹി വാസ് നോട്ട് എലോൺ ഇൻ ദ ഹൗസ്. അദ്ദേഹത്തിന് അറിയാം, ഞാൻ ഒറ്റയ്ക്കല്ല ഈ വീട്ടിൽ, ഈ റൂമിൽ. പിന്നെ ആരുടെ ഉണ്ട്? റാറ്റ്സ് ആൾസോ ലിവിങ് വിത്ത് ഹിം. എന്നോടൊപ്പം ഒരുപാട് എലികൾ താമസം. അവരാരോ ഉണ്ടാക്കിയ ശബ്ദമാണ്. അതുകൊണ്ട് അദ്ദേഹം അതിനെ മൈൻഡ് ചെയ്തില്ല. Then he entered into the room and lighted the kerosene lamp on the table. മേശപ്പുറത്തിരിക്കുന്ന കെറോസിൻ ലാമ്പാണ് കത്തിച്ചത്. എന്താ കാരണം? what was the reason? There was no, the room was not electrified. ആ മുറി വൈദ്യുതീകരിച്ചിട്ടില്ല. കാരണം അത്തരം കെട്ടിടങ്ങൾ വൈദ്യുതീകരിക്കാൻ പറ്റില്ല, വളരെ ആകെ പൊളിഞ്ഞൊരു വീടാണ്. അതുകൊണ്ട് ആസ് ഇറ്റ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്, ദി ഹോമിയോപത്ത് യൂസ്ഡ് കെറോസിൻ ലാമ്പ്. രാത്രി അദ്ദേഹം ഉപയോഗിച്ചത് മണ്ണെണ്ണ വിളക്കായിരുന്നു. ഒരു ലാൻഡിയൻ, ഒരു റാന്തലായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. ഏതായാലും when he entered into the room, first of all, he took off his black overcoats and the white shirt under it, and also an old vest, then the black overcoat, അതിനുശേഷം എൻ്റെ ഷർട്ട്, അതോടൊപ്പം തന്നെ എൻ്റെ വളരെ പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള, ദാറ്റ് മീൻസ് ഡേർട്ടി, വളരെ മുഷിഞ്ഞ ബനിയനുണ്ട്, അതുമൊക്കെ ഊരി ഈ ഹങ് അപ്പ്, അതിനെ അവിടെ തൂക്കിയിട്ടു. Then he made his bed. Then he made ready his bed. തൻ്റെ ബെഡ് ഒരുക്കി, കിടക്കാനുള്ള സൗകര്യം ഒരുക്കി, പായക വിരിച്ചു. And lay to sleep. ഉറങ്ങാൻ കിടന്നു. After entering into the room, what did he do? He lighted the lantern
He lighted the kerosene lamp. Then he made his bed and lay to sleep. ഉറങ്ങാനായിട്ട് കിടന്നു. Could he get to sleep? ഉറക്കം കിട്ടിയോ? ഇല്ല. As it was very hot, he could not sleep. ഉറക്കം കിട്ടിയില്ല, കാരണം മുറിക്കകത്ത് വല്ലാത്ത ചൂട്. പിന്നെന്ത് ചെയ്തു അദ്ദേഹം? The homeopath opened the door again. വീണ്ടും കതവ് തുറന്നു. Came out, പുറത്തേക്ക് വന്നു. And sat down there. പുറത്ത് ഔട്ട്സൈഡിൽ അദ്ദേഹം കുറേ നേരം ഇരുന്നു. ഇതിനാണ് ടു ഗെറ്റ് സം എയർ, കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടി, വായു കിട്ടാൻ വേണ്ടി അദ്ദേഹം പുറത്ത് പോയിരുന്നു. എന്നാലോ നോ യൂസ്, ഒരു ഉപയോഗമില്ല, കാറ്റില്ല. അതുകൊണ്ട് എന്താ വിചാരിച്ചു? ഈ ഡിസൈഡഡ് ടു എൻ്റർ അഗൈൻ ഇൻ ടു ദ റൂം. വീണ്ടും മുറിക്കകത്ത് കയറാൻ തീരുമാനിച്ചു. ഹി വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ എ ചെയർ. മുറിക്കകത്ത് കയറി അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്നു. ഇനി വാട്ട് ഡിഡ് ഹി ഡു ദെൻ? പിന്നെ അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നറിയാമോ? ആദ്യമായിട്ട് ഹി ടുക്ക് ഔട്ട്, പുറത്തെടുത്തു എന്താ? എ ബുക്ക് that was related to his profession. തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടൊരു പുസ്തകമാണ്. ഒരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കാണ്. അതിൻ്റെ പേര് മെറ്റീരിയ മെഡിക്ക എന്ന ഒരു പുസ്തകം പുറത്തെടുത്തു. ഓപ്പൺഡ് ഇറ്റ് ആൻഡ് പുട്ട് ഓൺ ദ ടേബിൾ. തുറന്ന മേശപ്പുറത്ത് വെച്ചു. വെരി നിയർ ടു ദ ലാമ്പ്. ആ കെറോസിൻ ലാമ്പിനടുത്തേക്ക് വെച്ചു. ദർ വാസ് എ മിറർ ആൾസോ ദർ. ആ മേശപ്പുറത്ത് പിന്നെ മറ്റൊരു സാധനമുണ്ട്, ഒരു മുഖം നോക്കുന്ന കണ്ണാടി, ഒരു മിറർ ഇരിപ്പുണ്ട്. ആൻഡ് ആൾസോ എ ലിറ്റിൽ കോം ബിസൈഡ് ഇറ്റ്. അതിനടുത്തായിട്ടൊരു കൊച്ച് ചീപ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ now the narrator was sitting near the mirror. മിററിനടുത്തിരിക്കുകയാണ്. സാധാരണ നമ്മൾ യൂഷ്വലി വെൻ വി സിറ്റ് നിയർ എ മിറർ വി ഹാവ് സം ടെംപ്റ്റേഷൻ ടു ലുക്ക് അറ്റ് ഇറ്റ്. നമുക്കൊരു തോന്നലുണ്ടാവും, ഒന്ന് നോക്കിക്കളയാം, മുഖം ഒന്ന് നോക്കിക്കളയാം. ഇവിടെ ദി നരേറ്റർ ഡിസൈഡഡ് ടു ലുക്ക് ഇൻ ടു ദ മിറർ. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കാൻ തീരുമാനിച്ചു. In those days, the speaker was a great admirer of beauty. The homeopath, നമ്മുടെ ഡോക്ടർ, ഈ നരേറ്റർ ഇക്കാലപ്പോഴൊക്കെ ഭയങ്കര ശ്രദ്ധാലുവാണ്. അതിൽ അബൌട്ട് ഹിസ് ബ്യൂട്ടി, സൗന്ദര്യത്തിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ, കാരണം ഹിസ് ഏജ് വാസ് ദാറ്റ്, അദ്ദേഹത്തിൻ്റെ പ്രായം അതായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ he was a bachelor and going to be married. വിവാഹം കഴിക്കാൻ പോവുക. അതുകൊണ്ട് താൻ എപ്പോഴും സുന്ദരനായിട്ട് നടക്കണം എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. വളരെ ടൈഡി ആയിരിക്കണം, വളരെ ഹാൻസം ആയിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം ആ കണ്ണാടിയിൽ തൻ്റെ മുഖം ഒന്ന് നോക്കി. മാത്രമല്ല തൻ്റെ പ്രൊഫഷണലി he was a doctor. പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഉയർന്ന പൊസിഷനിലുള്ളൊരു വ്യക്തിയാണ് ഞാൻ. താനൊരു ഡോക്ടറാണ്, അൺമാരീഡാണ്. അതുകൊണ്ട് ഹി വാസ് പർട്ടിക്കുലർ അബൌട്ട് ഹീസ് ബ്യൂട്ടി. തൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു. ഹി വാണ്ടഡ് ടു ബി മോർ ഹാൻസം, ടു ലുക്ക് ടു ഷൈൻ ബിഫോർ ഗേൾസ്. പെൺകുട്ടികളുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വളരെ സൗന്ദര്യം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചു. ദെൻ ഹി ടുക്ക് ദ കോംബ്. ആ കോംബ് എടുത്തു. എന്ത് ചെയ്തു? ഹി പിക്ക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ ഹിസ് ഹെയർ. മുടിയിൽ ആ ചീപ്പ് കൊണ്ട് അതിന് രണ്ടായിട്ട് പകർന്നിട്ടു. ഹി പാർട്ടഡ് ദ ഹെയർ ഇൻ ടു. രണ്ടായിട്ട് പകർന്നു. ആൻഡ് പുട്ട് ദം സ്ട്രൈറ്റ്, നേരെയാക്കി വെച്ചു. Again, at that time, he heard the sound again. വീണ്ടും മുകളിൽ ആ ശബ്ദം കേട്ടു. He
took a close look at his face on the mirror. Even though he heard the sound second time, രണ്ടാമത്തെ പ്രാവശ്യം ശബ്ദം കേട്ടിട്ടും അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം കണ്ണാടിയിൽ തന്നെ നോക്കിയിട്ട് he began to enjoy his beauty. തൻ്റെ സൗന്ദര്യം അത് ആസ്വദിക്കാൻ തുടങ്ങി. He made an important decision at that time. When he looked at the mirror, when he looked into the mirror, ആ കണ്ണാടിക്കുള്ളിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു. എന്താണ്? I would shave daily. What are the decisions he took when he looked into the mirror? ആ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അത് എന്തൊക്കെയാണ് തീരുമാനങ്ങളെടുത്തത്? ഫസ്റ്റ് ഓഫ് ഓൾ he decided to shave daily. എന്ന് ഷേവ് ചെയ്യണം. ഇതിനാണ് ടു ബി മോർ ബ്യൂട്ടിഫുൾ. കൂടുതൽ ഒരു സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ ഡെയിലി ഷേവ് ചെയ്യാൻ തീരുമാനിച്ചു. ഗ്രോ എ തിൻ മസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻഡ്സം. അത് സൗന്ദര്യം ഒന്നുകൂടെ വർദ്ധിപ്പിക്കണമെങ്കിൽ നല്ല നേരിയ ഒരു മീശ, മസ്റ്റാഷ് വയ്ക്കണം. ചെറിയൊരു മീശയും അതോടൊപ്പം തന്നെ ഡെയിലി ഷേവിങ്. ഐ വാസ് ആഫ്റ്റർ ഓൾ, അദ്ദേഹം തന്നെ ആലോചിച്ചു, ഞാൻ നിസ്സാരക്കാരനല്ല. ഐ ആം നോട്ട് ആൻ ഓർഡിനറി മാൻ. വാട്ട് ഈസ് മൈ പെക്യുലിയാരിറ്റി? എൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം തോന്നിയത് ഹി വാസ് എ ബാച്ചുലർ. വാട്ട് ഈസ് ബാച്ചുലർ? അൺമാരീഡ് മാൻ. ഹി ഹാസ് ഗ്രേറ്റ് ഡിമാൻഡ് അമംഗ് ഗേൾസ്. പെൺകുട്ടികളുടെ ഇടയിൽ വളരെ ഡിമാൻഡുള്ള വ്യക്തിയാണ്. കാരണം താൻ അൺമാരീഡാണ്, ബാച്ചുലറാണ്, ആൻഡ് ആൾസോ എ ഗുഡ് പ്രൊഫഷൻ, ഡോക്ടർ. താൻ ഡോക്ടറാണ്. അതുകൊണ്ട് തനിക്ക് നല്ല വിവാഹം കിട്ടും. അതുകൊണ്ട് താൻ എപ്പോഴും എങ്ങനെ നടക്കണം? വളരെ ഹാൻഡ്സം, വളരെ സുന്ദരനായിട്ട് നടക്കണം. അതിനുള്ള തീരുമാനം എന്തൊക്കെയായിരുന്നു? He took two important decisions. First, to shave daily, and second, to keep a mustache. ഒരു നൈസായ mustache വയ്ക്കണം. He looked again into the mirror and smiled. It was an attractive smile. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ച് നോക്കിക്കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോഴൊരു തീരുമാനം, മറ്റൊരു എർത്ത് ഷേക്കിംഗ് തീരുമാനം കൂടെ എടുത്തു. എന്താണ്? ഐ വുഡ് ആൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. എപ്പോഴും ഞാൻ ഇത്തരം ഒരു പുഞ്ചിരി എൻ്റെ ചുണ്ടിൽ ഞാൻ വിടർത്തണം. ടു ലുക്ക് മോർ ഹാൻഡ്സം. അങ്ങനെ ആകുമ്പോൾ ഞാൻ കൂടുതൽ സുന്ദരനാവും. ഐ വാസ് ആഫ്റ്റർ ഓൾ, അപ്പോഴും അദ്ദേഹം ആലോചിക്കുകയാണ്, ഐ ആം നോട്ട് ആൻ ഓർഡിനറി മാൻ. ഐ ആം എ ബാച്ചുലർ ആൻഡ് ആൾസോ ഐ ആം എ ഡോക്ടർ. ഞാൻ ബാച്ചുലറാണ്, ഡോക്ടറാണ്, ഞാൻ സാധാരണക്കാരനല്ല. അതുകൊണ്ട് ഞാൻ വളരെയധികം സുന്ദരനാവണം. അതിന് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, he decided to shave daily. രണ്ടാമത്, he decided to grow a thin mustache. Then another important decision is to keep a smile on his face, always to look more handsome. വളരെ സുന്ദരനായി കാണാൻ ആ ചെറു പുഞ്ചിരിയും താൻ എപ്പോഴും കൊണ്ടുപോകണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഈ സമയത്ത് വീണ്ടും ആ ശബ്ദം മുകളിൽ നിന്ന് കേട്ടു. Again he heard the same noise. വീണ്ടും മുകളിൽ നിന്നൊരു ശബ്ദം. ഏതായാലും after taking all these decisions, he got up. He stood up. അയാൾ എഴുന്നേറ്റു. lit a ബീഡി. ഒരു ബീഡി എടുത്ത് വലിച്ചു. and paced up and down the room and walked to and fro. മുന്നോട്ടും പിറകോട്ടും അദ്ദേഹം ഉലാത്താൻ തുടങ്ങിയ മുറിയിൽ. Then another lovely thought struck to him. അപ്പോഴാണ് മറ്റൊരു ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായത്. എന്താണെന്നറിയാമോ? He decided to marry. I would marry. He took a pledge. അദ്ദേഹം ഒരു പ്ലഡ്ജ് എടുത്തു. ഞാൻ വിവാഹം കഴിച്ചിരിക്കും. കാരണം I would get married to a woman doctor. അതും ആരായിരിക്കണം? തൻ്റെ ബ്രൈഡ്ഗ്രൂമും ആരായിരിക്കും? തൻ്റെ ബ്രൈഡും ഒരു ഡോക്ടറായിരിക്കും. ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി. ഇങ്ങനെ വെരി റിച്ച്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം വിവാഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹി വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൻ ഡോക്ടർ, എ ലേഡി ഡോക്ടർ. രണ്ടാമത്, ഷീ ഷുഡ് ഹാവ് പ്ലെൻറ്റി ഓഫ് മണി.
അവൾ വളരെ റിച്ചായിരിക്കണം. ആൻഡ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, നല്ല രീതിയിൽ ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്യുന്ന, ചികിത്സിക്കുന്ന ഒരു സ്ത്രീയായിരിക്കണം. ഷീ ഹാഡ് ടു ബി ഫാറ്റ്, പർട്ടിക്കുലർലി ഷീ വുഡ് ബി ഫാറ്റ്. അവർ വളരെ ഫാറ്റായിരിക്കണം, വളരെ ശരീരമുള്ളവളായിരിക്കണം, വളരെ ചബ്ബിയായിരിക്കണം, അല്പം തടിച്ചായിരിക്കണം. ഫോർ എ വാലിഡ് റീസൺ, ഹി ഹാഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റീസൺ ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് വളരെ പ്രധാനമായ ഒരു കാരണം ഉണ്ടായിരുന്നു. തൻ്റെ ഭാര്യ ഇങ്ങനെയുള്ളവളായിരിക്കണം, ഒരു ഫാറ്റ് ലേഡി ആയിരിക്കണം, വളരെ വണ്ണമുള്ളൊരു സ്ത്രീ ആയിരിക്കണം. അവൾ തിന്നായിരിക്കരുത്, മെലിഞ്ഞിരിക്കരുത്, ലീനായിരിക്കരുത്. അവൾ മെലിഞ്ഞിരിക്കരുത്, നല്ല വണ്ണം ഉണ്ടായിരിക്കണം. എന്തിനാണ് അദ്ദേഹം ഇത്തരം ഒരു തീരുമാനമെടുത്തത്? ആൻഡ് ഇറ്റ് വാസ് എ പ്രിക്കോഷൻ, അതൊരു മുൻകരുതലായിരുന്നു. എന്താണ് ആ മുൻകരുതൽ? ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക്, തൻ്റെ ഭാഗത്ത് ഒരു അബദ്ധം പറ്റുകയാണെങ്കിൽ, തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ പിഴ പറ്റിയാൽ, അങ്ങനെ അദ്ദേഹത്തിന് ഓടേണ്ടി വന്നാൽ, ഇഫ് ഹി ഹാഡ് ടു റൺ അവേ ഫ്രം ഹർ, അങ്ങനെ ഓടിയാൽ ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീറ്റ് ആൻഡ് കാറ്റിംഗ്. എൻ്റെ കൂടെ ഓടി എന്നെ ഓടിച്ചിട്ട് പിടിക്കരുത്. കാരണം വണ്ണം കൂടുതലുള്ളതുകൊണ്ട് അവൾ വളരെ ബാക്കിലായിരിക്കും, തനിക്ക് മുൻപേ ഓടി രക്ഷപ്പെടാൻ കഴിയണം. അപ്പോൾ തൻ്റെ ഭാര്യയിൽ നിന്നും ചില അവസരങ്ങളിൽ തൻ്റെ കയ്യിൽ നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ മൂലം തനിക്ക് ഓടേണ്ടി വന്നാൽ അവൾ കൂടെ എത്തരുത്, തനിക്കത് രക്ഷപ്പെടണം. ആ ഒരു പ്രിക്കോഷൻ, ആ ഒരു മുൻകരുതലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഹി ഹാഡ് സം ഡ്രീം അബൌട്ട് ഹിസ് മാരേജ്. വിവാഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചില സങ്കല്പം കൊണ്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഒന്നാമത് തൻ്റെ ഭാര്യ ഡോക്ടറായിരിക്കണം. രണ്ടാമത്, ഫസ്റ്റ് ഓഫ് ഓൾ ഹിസ് വൈഫ് വുഡ് ബി എ ഡോക്ടർ ആൻഡ് വെരി റിച്ച്. ബിസൈഡ്സ് ഷീ ഷുഡ് ബി ഫാറ്റ്. What is the reason behind it? If he would make a mistake, a silly mistake, and he had to run away, she wouldn't be able to run with him. തന്നോടൊപ്പം ഓടി എത്തരുത്, തന്നെ പിടിക്കരുത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഏതായാലും with such thoughts in his mind, he resumed his seat. He sat again on his seat. തൻ്റെ സീറ്റിൽ പോയി വീണ്ടും അതേ ഇരുന്നു, ആ ചെയറിൽ പോയിരുന്നു. There was no more sounds again. പിന്നെ ശബ്ദമൊന്നും ഉണ്ടായില്ല. എന്നാൽ suddenly there came a dull thud if a rubber tube had fallen to the ground. ഇങ്ങനെ സിമിലർ ടു എ റബ്ബർ ട്യൂബ് falling on the ground. ഒരു റബ്ബർ ട്യൂബ് തറയിൽ വീണാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഒരു തഡിങ് സൗണ്ട്, എന്തോ കൊത്തവും തറയിൽ വന്നങ്ങ് വീണു. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. ഈ ശബ്ദങ്ങളൊക്കെ സാറിന് കേൾക്കാറുള്ളതാണ്, അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെതായിട്ട് കാര്യമാക്കിയില്ല. ഈവൻ സോ തോട്ട് ഐ വുഡ് ടേൺ റൗണ്ട് ആൻഡ് ടുക്ക് എ ലുക്ക്. then I looked സംതിങ്. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയതും no sooner had he turned than a fat snake wriggled over the back of the chair. താൻ തിരിഞ്ഞു നോക്കുമ്പോഴുള്ള കാഴ്ച എന്താണ്? ഒരു വലിയ പാമ്പ്, എ ഫുൾ ബ്ലഡഡ് സ്നേക്ക്, ഒരു ശക്തനായ ഒരു പാമ്പ് ഇഴഞ്ഞിഴഞ്ഞ് ആ താനിരിക്കുന്ന കസേരയിലേക്ക് കയറുന്നു. ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ, തൻ്റെ തോളിലേക്ക് കയറിയിരിക്കുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വെയർ സൈമുൾട്ടേനിയസ്. ഞാൻ തിരിഞ്ഞ് നോക്കിയതും പാമ്പ് അതിനിടയ്ക്ക് തൻ്റെ തോളിൽ കയറി ഇരിക്കുന്നതും ഒരുമിച്ചായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ടു ഈവൻസ് ടുക്ക് പ്ലേസ് അറ്റ് വൺ ടൈം. ഒരേ സമയത്ത് രണ്ട് സംഭവങ്ങളുണ്ടായി. ഒന്ന്, ആ പാമ്പിഴഞ്ഞ് തൻ്റെ തോളിലേക്ക് കയറി. താൻ നോക്കിയപ്പോൾ തൻ്റെ തോളിലായിരിക്കുകയാണ് പാമ്പ്. ഇറ്റ്സ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം. അത് തൻ്റെ ലെഫ്റ്റ് ഇടത് കയ്യിൽ ആ പാമ്പ് ചുരുണ്ട് റിങ് പോലെ കോയിൽ ചെയ്ത് ചുറ്റി ഇരിക്കുകയാണ്. The hood was spread out and its head was hardly 3 or 4 inches from my face. അതിൻ്റെ ഹൂഡ് മീൻസ് പത്തി. ആ പത്തി വിടർത്തിയിരിക്കുന്ന ആ പാമ്പിൻ്റെ പത്തിയും തൻ്റെ മുഖവും തമ്മിൽ ഏറ്റവും കൂടിപ്പോയാൽ 3-4
3 or 4 inches പോലും വരില്ല. ഹാർഡ്ലി മീൻസ് നോട്ട്, നെഗറ്റീവാണ്. 3-4 ഇഞ്ച് പോലും വ്യത്യാസമില്ല തൻ്റെയും ആ പാമ്പിൻ്റെ ഹൂഡ് മീൻസ് പത്തിയും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഭയങ്കരമായൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. എന്താണ് സംഭവം? ഒരു സ്നേക്ക് പെട്ടെന്ന് വെരി ഇമ്മീഡിയറ്റ്ലി fell down on the floor, wriggled the chair, came to his shoulder and called his left arm. Its hood was very near to his face. തൻ്റെ മുഖത്തോട് തൊട്ടടുത്ത് 3-4 ഇഞ്ച് വ്യത്യാസത്തിൽ അതിൻ്റെ പത്തി വിടർത്തി നിൽക്കുകയാണ്. It would not be correct to say merely I sat there holding my breath. ശ്വാസമടക്കി, ബ്രത്ത് മീൻസ് ശ്വാസമടക്കി അദ്ദേഹം ഇരുന്നു. That means what change came over him at that time? He stopped his breath. He lost his breath. അദ്ദേഹത്തിൻ്റെ ശ്വാസം നഷ്ടപ്പെട്ടു. He turned to a stone. അത് എന്തായി മാറി? I was turned to stone. താനൊരു ശിലയായി, ഒരു സ്റ്റാച്യു ആയി, ഒരു ശിലയായി, ഒരു പ്രതിമ പോലെ അനങ്ങാൻ പാടില്ലാതായി. My mind was very active. The door opened into darkness. ആ കഥവ് തുറന്നിരിക്കുകയാണ്. പുറത്ത് മുഴുവൻ നല്ല ഇരുട്ടാണ്. The room was filled with darkness. In the light of the lamp, I sat there like a stone. Imagine the flesh. ഒരു മാംസമുള്ള ഒരു ശിലയായി, ഒരു സ്റ്റാച്യുവായി, മാംസമുള്ള ഒരു പ്രതിമയായി താൻ അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നുപോയി. ഈ സമയത്ത് തനിക്ക് ആലോചിക്കാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത് ആരെ മാത്രമാണ് സഹായിക്കാൻ? ആരെ വരൂ? only the Creator. He felt the presence of the Creator. സൃഷ്ടാവിൻ്റെ സാന്നിധ്യം അദ്ദേഹം ഓർത്തു. God was there. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ദൈവം എന്നെ രക്ഷിക്കും. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചു. സപ്പോസ് ഐ സെറ്റ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഞാൻ ഈ അവസരത്തിൽ നിന്നും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നും. അതുകൊണ്ട് ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട്. താൻ എന്ത് ചെയ്തു? ഇനി ഈ സമയത്ത് ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നത് ശരിയല്ല. താൻ എന്തും പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ആ ഹൃദയത്തിൻ്റെ പുറത്ത് അദ്ദേഹം നല്ല തിളക്കമുള്ള അക്ഷരങ്ങളിൽ എഴുതി വെച്ചു, ഓ ഗോഡ് പ്ലീസ് ഹെൽപ്പ് മീ. എൻ്റെ ദൈവമേ, ദൈവമാണ് തുണ. There was some pain in my left arm. ഇടതേ കയ്യിൽ അവൻ കയറി നിൽക്കുകയാണ്. ഈ സ്ട്രോങ് സ്നേക്ക്, ഈ ഫുൾ ബ്ലഡഡ് സ്നേക്ക് തൻ്റെ ലെഫ്റ്റ് ആമിൽ കോയിൽ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വെയിറ്റ് തനിക്ക് അനുഭവപ്പെട്ടു. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ഡെഡ് റോഡ്. അതിൻ്റെ ആ ഭാരം പറയുകയാണെങ്കിൽ നല്ല ഈയം കൊണ്ടുള്ള ലെഡുള്ള ഒരു റോഡ് പോലെ, ഒരു വടി തൻ്റെ കയ്യിൽ ചുറ്റിയതുപോലെ എന്ന് പറഞ്ഞാൽ നല്ല മെൽറ്റ് ചെയ്യപ്പെട്ട എ മോൾട്ടൻ ഫയർ, തീയിൽ ഇട്ട് പഴിപ്പിച്ചുരുക്കിയെടുത്ത ഇരുമ്പ് റോഡ് തൻ്റെ കയ്യിൽ ചുറ്റി വച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം തനിക്കുണ്ടായി. വാട്ട് കുഡ് ഐ ഡു? ഞാൻ എന്തു ചെയ്യും? അങ്ങനെ തനിക്ക് എന്തു ചെയ്യണം എന്നറിയാൻ വയ്യാതെ അദ്ദേഹം ആകെ വിഷമിച്ചു. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. താൻ അനങ്ങിയാൽ അതിൻ്റെ ഫലം താൻ അനുഭവിക്കേണ്ടി വരും. താൻ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്താൽ അത് ഒരു പ്രൊവോക്കേഷൻ ആ സ്നേക്കിൻ്റെ ഭാഗത്തുണ്ടാവും. അത് പ്രതികരിക്കും. തൻ്റെ കയ്യിൽ, തൻ്റെ മുഖത്ത് തന്നെ കൊത്തിയെന്ന് വരാം. ഡെത്ത് ലർക്ക്ഡ് 4 inches away. കാരണം താൻ അനങ്ങാൻ പാടില്ല. അനങ്ങിയാൽ മരണം നോട്ട് ഫാർ അവേ. ഡെത്ത് ഈസ് നോട്ട് ഫാർ അവേ. മരണം അകലെയല്ല, വളരെ അടുത്താണ്. എത്ര ഇഞ്ച് വ്യത്യാസമേ ഉള്ളൂ? ആ പാമ്പിൻ്റെ ഹൂഡും തൻ്റെ മുഖവുമായി 4 ഇഞ്ച് വ്യത്യാസം പോലും ഇല്ല. അതുകൊണ്ട് ഡെത്ത് വാസ് ലർക്ക്ഡ് ബിസൈഡ് ഹിം. തൻ്റെ അടുത്ത് തന്നെ മരണം ഒളിച്ചിരിക്കുകയാണ്. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്?
മാത്രമല്ല അത് ആലോചിച്ചു, സംഭവിച്ചില്ലെങ്കിൽ ആലോചിക്കണമല്ലോ, ഈ പാമ്പ് തന്നെ സ്ട്രൈക്ക് ചെയ്താൽ, അതെന്നെ കൊത്തിയാൽ, ഐ ഹാവ് നോ മെഡിസിൻ ഫോർ ഇറ്റ്. എൻ്റെ കയ്യിൽ മരുന്നൊന്നും ഇരിപ്പില്ല, എനിക്കറിഞ്ഞൂടാ ഏത് മരുന്നാണ് അതിന് ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല there were no medicines in the room for snakes. പാമ്പിൻ്റെ വിഷത്തിനുള്ള ഒരു മരുന്നും തൻ്റെ ആശുപത്രിയിലില്ല. ഐ വാസ് ബട്ട് എ പൂവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. അപ്പോൾ തനിക്ക് തന്നെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം, ഒരു മതിപ്പും ഇല്ലാതായിപ്പോയി. താൻ ഇതൊന്നും ചെയ്യാതെ ഇതൊക്കെ ഞാൻ കീപ്പ് ചെയ്യേണ്ടതായിരുന്നു. ഒരു ഡോക്ടർ ആവുമ്പോൾ ഏതൊരു രോഗം വന്നാലും അതിൻ്റെ മരുന്നുകളൊക്കെ, ഇതിനുള്ള അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം നാം ചെയ്യേണ്ടവനാണ്. പക്ഷേ അത് ചെയ്യാത്ത ഞാനൊരു സ്റ്റുപ്പിഡ് ഫൂളിഷ് ഡോക്ടറാണെന്ന് എനിക്ക് തോന്നി. ഐ ഫർഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽഡ് ഫീബിളി അറ്റ് മൈസെൽഫ്. ഏതായാലും ഐ ക്യാൻ ഡു നത്തിങ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഐ കോണ്ട് പ്രിവെൻറ്റ് ഇറ്റ്. ഇതിനെ എനിക്ക് തടയാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ഹി ലെറ്റ് ടു ഗോഡ്, ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഹി സാറ്റ് സ്മൈലിംഗ് വെരി ഫീബിളി, വെരി വീക്കിലി, വളരെ ക്ഷീണത്തോടെ, വെച്ചാൽ ശക്തിഹീനനായി, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇനാക്റ്റീവായി അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റാച്ചുവിനെ പോലെ നമ്മുടെ ഡോക്ടർ ഇരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തനിക്ക് ആ പാമ്പിനോട് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല, തനിക്കൊന്നും മൂവ് ചെയ്യാൻ കഴിയില്ല. മൂന്നാമത്, ഒരു പക്ഷേ സപ്പോസ് ദ സ്നേക്ക് സ്ട്രക്ക് ഹിം, ദെർ വാസ് നോ മെഡിസിൻ ഫോർ ഇറ്റ്. അതിന് മെഡിസിൻ പോലും തൻ്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ ഇനാക്റ്റീവായി, വളരെ വീക്കായി, വളരെ ഫീബിളായി അദ്ദേഹം അവിടെ ഇരുന്നു. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ് ദ സ്നേക്ക് ടേൺഡ് ടു ഹിസ് ഹെഡ്. പെട്ടെന്ന് പാമ്പിനുണ്ടായ മാറ്റമെന്ന് പറഞ്ഞാൽ, ദ സ്നേക്ക് ലുക്ക്ഡ് അറ്റ് ദ മിറർ. ദ സ്നേക്ക് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. ആ കണ്ണാടിയിലേക്ക് നോക്കി. ഹി സാ ഇറ്റ്സ് ഓൺ റിഫ്ലക്ഷൻ. തൻ്റെ റിഫ്ലക്ഷൻ കണ്ടു. I do not claim that it was the first snake that had ever looked into a mirror. ഞാനൊരിക്കലും പറയുന്നില്ല ആദ്യത്തെ പാമ്പാണ് ലോകത്തിൽ കണ്ണാടിയിൽ നോക്കിയ പാമ്പാണ് തൻ്റെ കയ്യിൽ ചുരുണ്ടിരിക്കുന്നതെന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും, ഈ പാമ്പ് തൻ്റെ പ്രതിബിംബം ആ കണ്ണാടിയിലേക്ക് നോക്കി. Was it admire its beauty? അത് ആ പാമ്പ് എന്ത് ചെയ്യുന്നു? താൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ എന്ത് ചെയ്തു? I admired my beauty. ഞാൻ എൻ്റെ സൗന്ദര്യത്തെ വാഴ്ത്തി. ആൻഡ് ആൾസോ ഐ വാണ്ടഡ് ടു ബിക്കം മോർ ബ്യൂട്ടിഫുൾ, മോർ ഹാൻസം, കൂടുതൽ സുന്ദരനാവാൻ ഞാൻ ശ്രമിച്ചു. അതുപോലെയല്ല ചിന്തകൾ വല്ലതും ഈ പാമ്പിനുണ്ടോ ആ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ എന്ന് എനിക്ക് തോന്നി. വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് എ മൊസ്റ്റാഷ്? താനെന്താ തീരുമാനമെടുത്തത്? കണ്ണാടി നോക്കിയിട്ട് തനിക്ക് നല്ല ഒരു മൊസ്റ്റാഷ് വെക്കണം, ഇങ്ങനെ ഒരു തിൻ മൊസ്റ്റാഷ് വെക്കണം, ഇതുപോലൊരു സ്മൈൽ എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യണം, ഡെയിലി ഷേവ് ചെയ്യണം, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നേരത്തെ ഞാൻ എടുത്തിരുന്നു. അതുപോലെ ഈ പാമ്പും കണ്ണാടിയിൽ നോക്കിയല്ല തീരുമാനം വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. എന്തൊക്കെയായിരിക്കാം തീരുമാനങ്ങൾ? ഗ്രോയിങ് എ മൊസ്റ്റാഷ്, ഓർ യൂസിങ് ഐ ഷാഡോ ആൻഡ് മസ്കര, കണ്ണെഴുതാനായിട്ടുള്ള തീരുമാനം വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ വെയറിങ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്, നെറ്റിയിൽ ഒരു സിന്ദൂര കുറി ചാർത്താൻ വല്ല താല്പര്യം വല്ലതും പാമ്പിനുണ്ടോ? കണ്ണാടിയിൽ നോക്കിയപ്പോൾ എന്ത് വികാരമാണ്, എന്ത് ഫീലിംഗ് ആണ് പാമ്പിനുണ്ടായതെന്ന് ഞാൻ ആലോചിച്ചു. ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൻ. ഇങ്ങനെയൊക്കെ ആയിരിക്കാം, പക്ഷെ എന്താണ് തീരുമാനം എന്നുള്ളത് എനിക്ക് അറിയില്ല. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്? ഇത് ഏത് സെക്സാണ്? ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന് പോലും തനിക്കറിയില്ല. ഐ വിൽ നെവർ നോ. ഫോർ ദ സ്നേക്ക് അൺവൂണ്ട് ഇറ്റ് സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സ്ലിപ്ഡ് ഇൻ ടു മൈ ലാപ്പ്. ഇപ്പോൾ പാമ്പന്ത് ചെയ്തിരിക്കുകയാണ്. പതുക്കെ അൺവൂണ്ടഡ്, അൺകോയിൽ, പതുക്കെ ആ ചുരുൾ അഴിച്ചഴിച്ച് ആ പാമ്പന്ത് ചെയ്തു. ദ സ്നേക്ക് എൻറ്റേർഡ് ഇൻ ടു ഹിസ് ലാപ്പ്, തൻ്റെ മടിയിലേക്ക് ഇറങ്ങി. ഫ്രം ദയർ ഇറ്റ് ക്രെപ്റ്റ് ഇൻ ടു ദ ടേബിൾ, നേരെ മേശപ്പുറത്ത് കയറി. ആൻഡ് മൂവ്ഡ് ടുവേഴ്സ് ദ മിറർ, ആ കണ്ണാടിയുടെ നേരെ അത് ഇഴഞ്ഞു നീങ്ങി. Perhaps it wanted to enjoy its reflection at a
ക്ലോസർ ക്വാർട്ടേഴ്സ്. എനിക്ക് തോന്നിയത് ഈ പാമ്പ് കണ്ണാടിയുടെ അടുത്തേക്ക് പോയത് കൂടുതൽ അടുത്ത് തന്നെ മുഖം കണ്ട് ആസ്വദിക്കാനാണോ എന്ന് എനിക്ക് തോന്നി. ഐ വാസ് നോ മിയർ ഇമാജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. താൻ ഗ്രാനൈറ്റിലുണ്ടാക്കി വെച്ച ഒരു പ്രതിമയൊന്നുമല്ല. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു മനുഷ്യനാണ്, മറ്റേയും മാംസമുള്ളൊരു മനുഷ്യനല്ലേ. ഇത്രയും നേരം ഞാൻ കടിച്ച് പിടിച്ചിരുന്നു. പിന്നെ പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് എനിക്ക് ഇനി അവിടെ ഇരിക്കാൻ പറ്റില്ല. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. ആ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഹോമിയോപ്പതി എന്ത് ചെയ്തു? നമ്മളെ നെരേറ്റർ ആ കസേരയിൽ ചാടി എഴുന്നേറ്റു. ക്വയറ്റ്ലി വെന്റ് ഔട്ട് ത്രൂ ദ ഡോർ ഇൻ ടു ദ വരാന്ത. നേരെ വരാന്തയിലേക്ക് എടുത്ത് ചാടി. ഫ്രം ദയർ ഐ ലെഫ്റ്റ് ഇൻ ടു ദ യാർഡ് ആൻഡ് റാൻ ഫോർ ഐ വാസ് ഫസ്റ്റ്. പിന്നെ ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ഈച്ച് ഓഫ് us heaved a sigh of relief. ഞങ്ങൾ കഥ കേട്ടോണ്ടിരുന്നവരെല്ലാം വല്ലാത്ത രീതിയിലൊരു വിശ്വാസം, വല്ലാത്തൊരു ആശ്വാസമൊക്കെ ഉണ്ടായി. കാരണം അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു, പാമ്പിൻ്റെ കയ്യിൽ നിന്ന് താൻ രക്ഷപ്പെട്ടിരിക്കുക. ഓൾ ഓഫ് us ഡിറ്റ് ബീഡീസ്. എല്ലാവരും ഒരു ഇൻ്റർവെൽ കിട്ടിയതുപോലെ ഓരോ ബീഡി എടുത്ത് കത്തിക്കാൻ തുടങ്ങി. അതിനിടയിൽ ആ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ആരോ ഒരാൾ ചോദിച്ചു, ഡോക്ടർ ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? ഡോക്ടറെ, ഭാര്യ നല്ല തടിച്ചയാണോ? ഡോക്ടർ, ഭാര്യ വലിയ വണ്ണമുള്ള ആളാണോ? നോ, ദ ഡോക്ടർ സെറ്റ്. ഡോക്ടർ പറഞ്ഞേ ഒന്നുമല്ല. ഗോഡ് വിൽഡ് അതർവൈസ്. ദൈവം വിൽഡ് മീൻസ് ഡിസൈഡഡ് അതർവൈസ്. മറ്റു രീതിയിലാണ്. മൈ ലൈഫ് കമ്പാനി ഈസ് എ തിൻ റീഡി പേഴ്സൺ വിത്ത് എ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻ്റർ. തൻ്റെ ഭാര്യ ഫാറ്റൊന്നുമല്ല. തൻ്റെ ഭാര്യ നല്ലൊരു ഓട്ടക്കാരിയെ പോലെ വളരെ മെലിഞ്ഞവളാണ്. Someone else asked her, Doctor, when you ran, did the snake follow you? ഡോക്ടറെ, ഓടിയപ്പോഴേ പാമ്പ് കൂടെ വന്നോ? കൂടെ ഓടിച്ചോ? ഡോക്ടർ റിപ്ലൈഡ്, I ran and ran till I reached a friend's house. ഞാൻ അറിഞ്ഞില്ല. കാര്യം പാമ്പ് എന്നെ കൂടെ ഓടുന്നില്ല, ഞാൻ അറിഞ്ഞില്ല. കാര്യം എന്താ? ഞാൻ തിരിഞ്ഞു നോക്കിയില്ലേ എവിടെ വരെ എത്തുന്നവരെ. ടു മൈ ഫ്രണ്ട്സ് ഹൗസ്. കൂട്ടുകാരൻ്റെ വീട്ടിലെത്തുന്നവരെ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. Immediately I smeared oil all over myself and took a bath. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നു, ശരീരം മുഴുവനും സ്മിയേഡ്, അർത്ഥം തേച്ച് പിടിപ്പിച്ചു. എന്താണ്? സം ഓയിൽ, എണ്ണയൊക്കെ പിടിച്ചു, തേച്ച് പിടിപ്പിച്ചു. ഞാനൊന്ന് കുളിച്ചു. ഐ ചേഞ്ച് ഇൻ ടു ഫ്രഷ് ക്ലോത്തസ്. പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ് at about 8:30 I took my friend and one or two others to my room to move my things from there. ഏതായാലും I decided to stop living there. അവിടെയുള്ള താമസം നിർത്താൻ വിചാരിച്ചു. ആ ഡൈലാപ്പിഡേറ്റഡ് ആയിട്ടുള്ള വീട്ടിൽ, പാമ്പും റാറ്റ്സും ഒക്കെയുള്ള ഈ വീട്ടിൽ ഇനി താമസിക്കണ്ട. താൻ രക്ഷപ്പെട്ടു. ഇനി ഒന്നുകൂടെ മരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് രണ്ട് കൂട്ടുകാരുമായി ഞാൻ അവിടെ ചെന്നു. അവിടെ നിന്ന് സാധനങ്ങൾ മാറ്റാൻ തീരുമാനിച്ചു. ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. പക്ഷേ രണ്ടുപേരെ വിളിച്ചുകൊണ്ട് പോയത് എൻ്റെ സാധനങ്ങൾ ചുമന്നുകൊണ്ട് വരാനാണ്. പക്ഷേ രണ്ടുപേർക്കും ചുമക്കാൻ സാധനങ്ങളൊന്നുമില്ല. ദെർ വാസ് ലിറ്റിൽ. ദേ ഹാഡ് ലിറ്റിൽ ടു ക്യാരി. ലിറ്റിൽ മീൻസ് നത്തിങ് ടു ക്യാരി. അവർ കൊണ്ടുവരാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു ആ വീട്ടിൽ. എനിക്ക് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പെട്ടി ഉണ്ടായിരുന്നു, കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്കൊന്നും കൊണ്ടുവരാനില്ല. കാര്യം ഞാൻ ഈ ഒരു രാത്രിയിലെ ഈ ആബ്സെൻസിൽ, പാമ്പ് എന്നെ ഓടിച്ച ഈ അവസരത്തിൽ, ആ രാത്രിയിൽ സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. എൻ്റെ സാധനങ്ങളൊക്കെ വേറെ ആണുങ്ങൾ അടിച്ചുകൊണ്ട് പോയി. ആരുകൊണ്ട് പോയി? എ തീഫ് സ്റ്റോൾ മൈ തിങ്സ്. എൻ്റെ സാധനങ്ങളെല്ലാം ഒരു കള്ളൻ അടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് മൈ ഫ്രണ്ട്സ് ഹാഡ് നത്തിങ് ടു ക്യാരി. എൻ്റെ കൂട്ടുകാർക്കൊന്നും കൊണ്ടുവരാനില്ലായിരുന്നു. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. എനിക്ക് ക്ലീൻ ചെയ്യേണ്ടി വന്നില്ല. കാരണം ഹൂ ക്ലീൻഡ് ദ റൂം? Who cleaned out the room? The thief himself cleaned out the room. ആ മുറിയെല്ലാം അമ്മ വൃത്തിയാക്കി എല്ലാം കൊണ്ടുപോയി. ബട്ട് നോട്ട് റിയലി
പക്ഷേ സത്യം പറയാനല്ലോ ഒരു സാധനം മാത്രം കൊണ്ടുപോയില്ല. എന്താണെന്നറിയാമോ? അവൻ കൊണ്ടുപോകാത്തൊരു സാധനം. കാരണം അവൻ വളരെ വൃത്തിയിൽ വിശ്വസിക്കുന്ന ആളാണ്, ഹൈജീനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അവിടെ ഒരു വൃത്തിയുടെ സാധനം കിടന്നു. എന്താണ്? മൈ ബനിയൻ, എൻ്റെ ബനിയൻ അവിടെ തൂക്കിയിട്ടിരുന്നു. കോട്ടും ഓവർകോട്ടോ കൊണ്ടുപോയി, പക്ഷേ കഴുകാത്തൊരു ബനിയൻ ഇട്ടിരുന്നു. ആ ബനിയൻ മാത്രം അവൻ കൊണ്ടുപോയില്ല. ദ ഡോക്ടർ സെഡ് മൈ വെസ്റ്റ്, മൈ ഡേർട്ടി വൺ, എൻ്റെ ബനിയൻ മാത്രം കൊണ്ടുപോയില്ല. ദാറ്റ് ഫെല്ലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻനെസ്. ഏതായാലും ക്ലീൻനെസ്സിൽ വിശ്വസിക്കുന്ന, ഏതായാലും വൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ കള്ളൻ. അതുകൊണ്ട് എൻ്റെ ആ വൃത്തികെട്ട വെസ്റ്റ് ബനിയൻ മാത്രം അവൻ കൊണ്ടുപോയില്ല. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് ആഫ്റ്റർ വിഷിങ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ആണെങ്കിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അല്പം സോപ്പൂടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർ കഴുകി അതും ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ആ റാസ്കൽ അത് ചെയ്തില്ല. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? ഡോക്ടറെ, ഈ അടുത്ത ദിവസം ഡോക്ടറെ പാമ്പിനെ പിന്നെ കണ്ടോ? ദ ഡോക്ടർ ലാഫ്. ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി, എൻജോയ്ഡ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. യഥാർത്ഥത്തിൽ ആ പാമ്പ് തൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് മാത്രമാണ് അവിടെ നിന്ന് പോയത്. താങ്ക് യു.